ഇനി ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിൽ 2 വർഷത്തേക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. ഇതിനായി പുതിയ വിസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഇന്ത്യക്കാർക്കായാണ് ഈ വിസ പുറത്തിറക്കിയത്. യോഗ്യരായ ഇന്ത്യക്കാർക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. കൂടാതെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാനും സാധിക്കും. ഇന്ത്യൻ പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനായി മേറ്റ്സ് എന്ന പേരിലാണ് ഈ വിസ പുറത്തിറക്കിയത്. മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം എന്നാണ് മെറ്റ്സിന്റെ ഫുൾ ഫോം. ഇനി ഈ വിസയെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. എന്താണ് മേറ്റ്സ് വിസ? ഓസ്ട്രേലിയയിലെ ആഭ്യന്തര വകുപ്പ് മേറ്റ്സ് വിസ രൂപീകരിച്ചത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്കും കരിയറിലെ ആദ്യകാല പ്രൊഫഷണലുകൾക്കും ഓസ്ട്രേലിയയിൽ 2 വർഷത്തേക്ക് ജോലി ചെയ്യാൻ അവസരം വാഗ്ദാനം ചെയ്താണ്. 2023 മെയ് 23 ഓസ്ട്രേലിയയും ഇന്ത്യയും മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്ണർഷിപ്പ് അറേഞ്ച്മെന്റിൽ MMPA കൂടെ ജോയിൻ ചെയ്തു. നിയമവിരുദ്ധവും ക്രമരഹിതവുമായ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള കുടിയേറ്റത്തെയും ചലനത്തെയും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉഭയകക്ഷി ചട്ടക്കൂടാണ് MMPA. ഈ MMPAയുടെ കീഴിലാണ് മേറ്റ്സ് വിസ രൂപീകരിച്ചത്. ഈ വർഷം ഡിസംബർ മുതൽ പ്രൊഫഷണലുകൾക്കായി ഈ പദ്ധതി തുറക്കുമെന്നാണ് ലുധിയാന ആസ്ഥാനമായ വിദ്യാഭ്യാസ കൺസൾട്ടൻസി എഡ്യൂപ്ലാനറ്റിന്റെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് അറിയിച്ചത്. ഇനി മേറ്റ്സ് വിസയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം? 30 വയസ്സോ അതിൽ കുറഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്ക് മേറ്റ്സ് പദ്ധതിയിൽ അപേക്ഷിക്കാം. കൂടാതെ മേറ്റ്സിൽ മുമ്പ് പങ്കെടുത്തിട്ടില്ലാത്തതും പ്രാവീണ്യമുള്ള ഇംഗ്ലീഷ് ഭാഷാ വൈവിധ്യമുള്ള, അതായത് IELTSൽ കുറഞ്ഞത് 6 സ്കോറും 4 മൊഡ്യൂളുകളിൽ ഓരോന്നിനും കുറഞ്ഞത് 5 സ്കോറും ലഭിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ അപേക്ഷിക്കുന്ന സമയത്ത് യോഗ്യതയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും 2 വർഷത്തിനുള്ളിൽ ബിരുദം നേടിയവരായിരിക്കണം. പുനരുപയോഗ ഊർജം, ഖനനം, എഞ്ചിനീയറിംഗ്, ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി, അഗ്രികൾച്ചർ ടെക്നോളജി എന്നീ മേഖലയിൽ ഏതെങ്കിലും യോഗ്യത നേടിയിരിക്കണം. 2024 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യയിൽ മികച്ച 100 സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികൾക്ക് ഈ സ്കീമിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി, താപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്നിവയാണ് പഞ്ചാബിൽ നിന്നുള്ള യോഗ്യതയുള്ള സർവകലാശാലകൾ. കൂടാതെ ഇന്ത്യയിലെ മുൻനിര സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികൾക്കും തുടക്കക്കാരായ പ്രൊഫഷണലുകൾക്കും താൽക്കാലിക ജോലിക്ക് സഹായിക്കുന്ന സംവിധാനമാണിത്. ഇന്റർനാഷണൽ റിലേഷനിലെ സബ് ക്ലാസ് 403 വിസയ്ക്കുള്ള അപേക്ഷയ്ക്ക് ബാലറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഈ വിസ ഉപയോഗിച്ച് എത്ര തവണ വേണമെങ്കിലും ഓസ്ട്രേലിയയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ വിസ കാലാവധിയിൽ ആയിരിക്കണമെന്നത് നിർബന്ധമാണ്. കൂടാതെ വിസ പ്രീ ആപ്ലിക്കേഷൻ ബാലറ്റ് പ്രക്രിയയിലൂടെ ഓരോ വർഷവും 3000 താൽക്കാലിക സ്ഥലങ്ങളിലേക്ക് വിസ അനുവദിക്കുകയും ഇതുവഴി അപേക്ഷകർക്ക് കുടുംബാംഗങ്ങളെയും കൊണ്ടുപോകാനും സാധിക്കും. അതേസമയം ഈ വിസയ്ക്ക് ഓസ്ട്രേലിയൻ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല. കൂടാതെ ഈ പദ്ധതിയിലൂടെ ഇന്ത്യക്കാർക്ക് പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേറ്റ്സ് പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യക്കാർക്ക് 2 വർഷം വരെ ഓസ്ട്രേലിയയിൽ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും. വിസ ഉടമകൾക്ക് അവരുടെ നോമിനേറ്റ്സ് പഠന മേഖലയിൽ പ്രവർത്തിക്കാൻ കർശനമായ ആവശ്യമില്ലെങ്കിലും യുവ പ്രൊഫഷണലുകൾക്ക് അവരുടെ കഴിവുകളും നെറ്റ്വർക്കുകളും വിപുലീകരിക്കുന്നതിന് പിന്തുണ നൽകുന്നതാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ഓരോ വർഷവും 3000 വിസകൾ അനുവദിക്കും. ഒപ്പം കുടുംബങ്ങളെയും കൊണ്ടുപോകാനും സാധിക്കും. അതേസമയം അപേക്ഷകരുടെ പങ്കാളികൾക്കും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഈ വിസ വഴിയുള്ള താമസത്തിന്റെ കാലാവധി എത്രയാണ്? വിസ ഉടമകൾക്ക് ഓസ്ട്രേലിയയിലേക്ക് അവരുടെ ആദ്യ പ്രവേശനം നടത്താൻ 12 മാസത്തെ സമയമാണ് നൽകിയത്. ആദ്യ പ്രവേശന തീയതി മുതൽ 24 മാസത്തേക്ക് ഓസ്ട്രേലിയയിൽ താമസിക്കാനും സാധിക്കും. കൂടാതെ വിസയിലൂടെ ഓസ്ട്രേലിയയിലേക്ക് ഒന്നിലധികം എൻട്രികൾ അനുവദിക്കുകയും ചെയ്യും. അതേസമയം വിസയ്ക്കുള്ള എല്ലാ യോഗ്യതാ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെങ്കിൽ ആ അപേക്ഷകന് താൽക്കാലികമോ സ്ഥിരമോ ആയ താമസം അനുവദിക്കുന്ന മറ്റൊരു വിസയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് അവരുടെ താമസ കാലയളവ് നീട്ടാം. ഇനി ഈ വിസ എങ്ങനെയാണ് ഓസ്ട്രേലിയ അനുവദിക്കുക എന്നറിയാം. ബാലറ്റിലൂടെയാണ് വിസ അനുവദിക്കുക. വിസയ്ക്ക് അപേക്ഷിക്കാൻ ബാലറ്റ് ക്രമരഹിതമായ ആളുകളെ തിരഞ്ഞെടുക്കുന്നു. കൂടാതെ ബാലറ്റ് അപേക്ഷാ ഫീസ് എന്നത് $25 ഓസ്ട്രേലിയൻ ഡോളറാണ്. തുടർന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപേക്ഷകർക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാം.